എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചോപ്പനെ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ അവന്റെ ജിമ്മിലേക്ക് വന്ന് എക്സസൈസ് ചെയ്യുകയാണ്. അവന്റെ യങ് ഏജിൽ തന്നെ വലിയൊരു ടീം സ്വന്തമായിട്ട് ഫോം ചെയ്തു. അതിനുശേഷം അവനെ തന്നെ ബിൽഡ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും നേതാവായിട്ട് അവിടെ ഭരിക്കുകയാണ്. ഇത്തരങ്ങളുടെ സഹായത്താൽ അവൻ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ പാകപ്പെടുത്തും. അതിനുശേഷം ആ 7 ഡ്രാഗൺ ബോൾസ് അത് നേടിയെടുത്ത് അവന്റെ ലക്ഷ്യം സാധിക്കുക എന്നതാണ് അവന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അവന് മുൻപിൽ ആരെങ്കിലും പ്രതികൂലമായി വന്നാൽ അവനെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കും. അവനെ എതിർക്കാനോ അവന്റെ നേർക്ക് ആരും വരാനോ അവൻ സമ്മതിക്കില്ല. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വാശിയിൽ കൂടുതൽ എക്സസൈസ് ചെയ്ത് ആ ഒരു യന്ത്രം തന്നെ അങ്ങനെ തകർത്ത് കളയും. അതിനുശേഷം അവിടെ കെട്ടിയിരുന്ന പഞ്ചിങ് പില്ലോയില് ഇപ്പൊ അറഞ്ചം ആഞ്ഞടിക്കും. അവനാണെങ്കിൽ അവന്റെ ദേഷ്യവും വിഷമവും വാശിയും എല്ലാം തന്നെ അതിൽ തീർത്ത് ആ ഒരു സാധനം അത് പൊട്ടിച്ചു കളയാണ്. അതിനുശേഷം മറ്റുള്ളവരുമായിട്ട് മല്ലിടാനായി അവർ റിങ്ങിലേക്ക് വരും. നേർക്കാണെങ്കിൽ അവന്റെ ഓപ്പണന്റ് പേഴ്സൺ അവൻ ഓടി വന്ന് പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതിന് ചോപ്പനാണെങ്കിൽ അവന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി മുഖത്തൊരൊറ്റ പഞ്ച്. അതിനുശേഷം അവനെ കറക്കി പുറത്തേക്ക് വലിച്ചെറിയാണ്. പിന്നീട് ബാക്കിയുള്ള എല്ലാവരെയും അവർ റിങ്ങിലേക്ക് ക്ഷണിക്കും. അവരെല്ലാവരും കട്ടയ്ക്ക് നിന്ന് അവനെ ഇടിച്ചു തോൽപ്പിക്കാനായിട്ട് അവിടേക്ക് പാഞ്ഞടുക്കും. ചോപ്പനാണെങ്കിൽ അവരെല്ലാവരെയും പിടിച്ചു വലിച്ച് അറഞ്ചം ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ അവനെതിരെ വന്നവരെ എല്ലാവരെയും ഞൊട്ടിയടയിൽ പഞ്ച് ചെയ്ത് അങ്ങനെ നിലത്തിടുകയാണ്. അവരുടെ വായിക്കകത്തുണ്ടായിരുന്നതും പല്ലും എല്ലാം തന്നെ തെറിച്ചുപോയി ഓരോരുത്തരായി പൂർണ്ണമായിട്ട് നോക്കൌട്ടായി അവിടുന്ന് താഴേക്ക് വീഴുകയാണ്. അതിനുശേഷം ചോപ്പനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പുറത്തേക്ക് വരും. ഒരു സോൾജിയർ ഫ്രഷ് ആവാനുള്ള ടവൽ കൊടുക്കും. അതിനുശേഷം കമാൻഡർ നിങ്ങളെ കാണാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ അറിയിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഗോക്കുവിനെ കാണിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായ ആ വലിയ പൊട്ടിത്തെറിയിൽ ബോധം പോയ ഗോക്കു അവനാണെങ്കിൽ ബോധം കെട്ട് അവന്റെ ക്ലൗഡിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവൻ ഒരു സെക്കൻഡ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ആ വലിയ എയർഷിപ്പിൽ അവൻ കടന്നു പിടിച്ചതും അവിടേക്ക് വന്ന ആ ചോപ്പന്റെ ആൾക്കാർ അവർ ഒരുപാട് പ്ലെയിനുകളുടെ സഹായത്താൽ ആ വലിയ എയർഷിപ്പിനെ അറ്റാക്ക് ചെയ്തത്. അതിന്റെ ഇടയിൽ ഗോക്കു പെട്ടുപോയത്, അവൻ ഫ്ലൈയിങ് നിംബസിനെ വിളിച്ച് രക്ഷപ്പെടുന്ന സമയത്ത് അത് പൊട്ടിത്തെറിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് അവനാണെങ്കിൽ പേടിയോടുകൂടെ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. ആ സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ജസ്റ്റ് മിസ്സിനാണ് എനിക്ക് എൻ്റെ ജീവൻ അത് തിരികെ കിട്ടിയതെന്ന് പറഞ്ഞ് അവനങ്ങനെ ഹായ് ആയിട്ടിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ചോപ്പൻ അവനാണെങ്കിൽ ഡോർ തുറന്ന് അവന്റെ കമാൻഡറിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം ഒരു പ്രത്യേകതരം ജീവി അതാണെങ്കിൽ ഓപ്പന്റെ നേർക്ക് ചാടി വരും. അവൻ ജസ്റ്റ് മിസ്സിന് അതിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ എന്താ ഒരു ചെറിയ സ്ക്രാച്ച് അത് അവന്റെ ഫേസിൽ വീഴുകയാണ്. കമാൻഡർ ആണെങ്കിൽ അതുകൊണ്ട് അത്ഭുതത്തോടുകൂടെ പറയും, കഴിഞ്ഞ തവണ വന്നവൻ നിന്റെ പെറ്റിന്റെ അറ്റാക്കിൽ മയ്യത്തായി, പക്ഷെ നീ അതിന്റെ അറ്റാക്കിൽ ഈസിയായിട്ട് രക്ഷപ്പെട്ടു. എനിക്കറിയാം നിന്റെ പവർ അത് വളരെ കൂടുതലാണെന്ന്. ഇതുവരെ നമ്മൾ കളക്ട് ചെയ്തത് 3 ഡ്രാഗൺ ബോൾസ് ആണ്. ബാക്കിയുള്ള 4 ഡ്രാഗൺ ബോൾസ് എത്രയും വേഗം കണ്ടെത്തണം. ആ കാണുന്ന മാപ്പിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിന്റെ സഹായത്താൽ എത്രയും വേഗം നീ എനിക്ക് അതിവിടെ എത്തിച്ചു തരണമെന്ന് പറയും. അതിനാ ചോപ്പും പറയും, നമ്മൾ മാത്രമല്ല ഡ്രാഗൺ ബോൾസിന് പിന്നാലെ വേറെയും കുറെ ആൾക്കാരുണ്ട്. അത് കേട്ട് കൺട്രോൾ പോയ കമാൻഡർ ആണെങ്കിൽ ഒരു കത്തി അവന് നേരെ വലിച്ചെറിയും. അവൻ അതിൽ നിന്ന് തെന്നി മാറും. ആ കത്തി ആണെങ്കിൽ ഒരു ശില്പത്തിൽ അങ്ങനെ കുത്തി ഇറങ്ങി മൊത്തത്തിൽ തകർന്ന് താഴേക്ക് വീഴുകയാണ്. കട്ട് ചെയ്ത ആ ചോപ്പൻ അവനാണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായിട്ട് അടുത്ത ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് പുറത്തേക്ക് പോകും. അതേസമയം ഇവിടെ ഗോക്കു ആണെങ്കിൽ ാറിന്റെ സഹായത്താൽ ഡ്രാഗൺ ബോൾ അന്വേഷിച്ച ഒരു കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഇവിടെ എവിടെയുണ്ട്. അതിനു മുൻപ് എനിക്ക് അല്പം ഫുഡ് കഴിക്കണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഈ കാട്ടിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് അത് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവ മരത്തിലൂടെ ചാടി വരികയാണ്. അപ്പോഴായിരിക്കും ഒരു മരത്തിൽ ഒരു ഫ്രൂട്ട് അങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം. ആ ഫ്രൂട്ട് പറിച്ച് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ഒരു കുരങ്ങനാണെങ്കിൽ ആ ഫ്രൂട്ട് തട്ടിയെടുത്ത് മുകളിലേക്ക് കയറി പോവും. അത് കണ്ട ഗോക്കു ടെൻഷനായി ഉച്ചത്തിൽ വിളിച്ചു പറയും, ഹേയ് അതെന്റെ ഫ്രൂട്ടാണ്, മര്യാദയ്ക്ക് എനിക്ക് തിരികെത്താ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ എത്തുമ്പോഴായിരിക്കും ആ ഒരു മങ്കി ആ ഫ്രൂട്ട് അതിന്റെ കുഞ്ഞിന് കൊടുക്കുന്നത് കാണുക. അത് കാണുമ്പോൾ ഗോക്കുവിന് അത് തിരികെ വാങ്ങിക്കാനായിട്ട് തോന്നില്ല. ആ കുഞ്ഞാണെങ്കിൽ സന്തോഷത്തിൽ ആ ഫ്രൂട്ടുമായിട്ട് കളിക്കും. പക്ഷെ അടുത്ത നിമിഷം അതിന്റെ പിടിവിട്ട് അത് താഴേക്ക് വീഴുകയാണ്. അമ്മക്കുരങ്ങാണെങ്കിൽ താഴേക്ക് വന്ന് അതിനെ ചേർത്ത് പിടിക്കും. അടുത്ത നിമിഷം ഒരു പുലി അത് അവിടേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട ഗോക്കു ഒറ്റ ചവിട്ടിന് അതിനെ അങ്ങനെ തെറിപ്പിച്ചു കളയും. അത് കണ്ട കുരങ്ങന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. അവരവരുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതെല്ലാം ഗോക്കുവിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഹാവു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ഇതെല്ലാം തന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൻ കിട്ടിയ ഫ്രൂട്ട്സ് എല്ലാം തന്നെ അങ്ങനെ വലിച്ചു വാരി തിന്നാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ചോപ്പനും അവന്റെ സോൾജിയേഴ്സും അവരെല്ലാവരും ആ കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ചോപ്പനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, എത്രയും വേഗം നിങ്ങൾ ഈ കാടിന്റെ നാനാഭാഗത്തേക്ക് പോകണം. ആ ഡ്രാഗൺ ബോൾ അതെവിടെയുണ്ടെങ്കിലും നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കുരങ്ങന്മാർക്കാണെങ്കിൽ അവിടെ എന്തോ അസ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെന്ന് മനസ്സിലാവും. മാത്രമല്ല അവിടെ ഒരു മരത്തിന്റെ മുകളിലായിട്ട് അവർ തിളങ്ങുന്ന എന്തോ ഒരു വസ്തു കാണും. ഒരു കുരങ്ങനാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് വരും. അത് മറ്റൊന്നുമല്ല
ഡ്രാഗൺ ബോളാണ്. കുരങ്ങന്മാരാണെങ്കിൽ ഡ്രാഗൺ ബോൾ ഒന്ന് ടച്ച് ചെയ്യും, അടുത്ത നിമിഷം അത് താഴേക്ക് വീഴുകയാണ്. കുരങ്ങന്മാർക്കാണെങ്കിൽ അതെന്താണെന്ന് അറിയാതെ അവരങ്ങനെ പേടിച്ച് ആ ഡ്രാഗൺ ബോളിലേക്ക് തന്നെ ഒറ്റുനോക്കും. ആ സമയം ആ കുഞ്ഞൻ കുരങ്ങൻ അതാണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ തട്ടുകയാണ്. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള കുരങ്ങന്മാരും അവിടേക്ക് വന്ന് ആ ഡ്രാഗൺ ബോൾ അത് എടുത്തുകൊണ്ട് പോവാണ്. കട്ട് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ഗോക്കു ഉണരും. അവൻ അവന്റെ റഡാർ എടുത്ത് ചെക്ക് ചെയ്യും. ഡ്രാഗൺ ബോൾ ദൂരേക്ക് പോകുന്നതായിട്ടായിരിക്കും അതിൽ കാണിക്കുക. ഇവിടെ ആ കുരങ്ങന്മാര് അവർ ആ ഡ്രാഗൺ ബോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തട്ടി കളിക്കുകയാണ്. കട്ട് ചെയ്ത ബീച്ച് ഹൗസിൽ നമ്മുടെ മൊട്ടപ്പൻ അവനാണെങ്കിൽ ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മുതുകിൽ കയറി 2 ആമകളും നമ്മുടെ മാസ്റ്ററും. അവരാണെങ്കിൽ ഇപ്പൊ അവന് വെയിറ്റ് കൊടുക്കും. അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെ എല്ലാവരെയും വെച്ച് പുഷപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരല്പസമയം കഴിയുമ്പോഴേക്കും അവൻ മൊത്തത്തിൽ തളർന്ന് താഴേക്ക് വീഴും. മാസ്റ്റർ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, നീ ഇത്രയധികം വീക്കാണോ? അല്പസമയം കൂടെ നിന്നെ കൊണ്ട് മര്യാദയ്ക്ക് പുഷപ്പ് എടുക്കാൻ കഴിയുന്നില്ലേ? ആളങ്ങനെ ചൂടായി നിൽക്കുമ്പോഴായിരിക്കും ലൗഞ്ച് പെണ്ണ് അവർ ലഞ്ച് കഴിക്കാനായിട്ട് വിളിക്കുക. ഇനി ബാക്കിയെല്ലാം ലഞ്ച് കഴിഞ്ഞിട്ടാവാന്ന് പറഞ്ഞ് അവർ ഫുഡ് കഴിക്കുകയാണ്. ആ സമയം മുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവനിപ്പോ എവിടെയായിരിക്കും? അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? ആ ഡ്രാഗൺ ബോൾ അതവന് കിട്ടിയിട്ടുണ്ടാവോ? അതിന് മാസ്റ്റർ അപ്പാപ്പൻ പറയും തീർച്ചയായിട്ടും അവൻ ആ ഡ്രാഗൺ ബോൾസ് അത് കണ്ടെടുക്കും. അവന് നല്ല പവറുണ്ട്. സത്യത്തിൽ ഈ ഡ്രാഗൺ ബോളിനെ കുറിച്ച് വലിയൊരു സ്റ്റോറി ഉണ്ട്. നമ്മളിപ്പോ കാണുന്നത് പോലെ 7 ഡ്രാഗൺ ബോൾസ് ആയിരുന്നില്ല അതിന്റെ തുടക്ക സമയത്ത്. അതെല്ലാം ചേർന്ന ഒരൊറ്റ ഡ്രാഗൺ ബോൾ ആയിരുന്നു. അത് ഗോത്രവർഗ്ഗക്കാർ കണ്ടെടുത്ത് പവർ കണ്ട് അവർ അതിശയിച്ചു. അതിനെ തുടർന്ന് അവരൊരു ക്ഷേത്രം പണിത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രാഗന്റെ വായിൽ അതിനെ സേഫ് ആക്കി വെച്ചു. അവരുടെ എല്ലാവിധ ഐശ്വര്യത്തിന്റെയും ഏക കാരണം ആ ഡ്രാഗൺ ബോൾ ആയിരുന്നു. സോ അവരതിന് ഒരുപാട് വില നൽകിയിരുന്നു. അത് മനസ്സിലാക്കി ചില കള്ളന്മാര് അത് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. 10 നിമിഷം ആ ഡ്രാഗൺ ബോൾ സ്കൈയിലേക്ക് ഉയർന്ന് അത് 7 പാർട്ടിക്കിൾസ് ആയി ലോകത്തിന്റെ ഓരോ ഭാഗത്തേക്ക് തെറിച്ചുപോയി. കട്ട് ചെയ്ത അപ്പാപ്പൻ പറയും ആ ഒരു 7 ഡ്രാഗൺ ബോൾ അത് കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി മാറ്റിയ ഡ്രാഗൺ പ്രത്യക്ഷപ്പെടും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരേ ഒരു വരം ചോദിക്കാം. ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഈ ലോകത്ത് തന്നെ വിരൽത്തുമ്പിലാക്കാനും സ്വേച്ഛാധിപതിയായിട്ട് ജീവിക്കാനും. പക്ഷെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതാരെങ്കിലും കണ്ടെത്തി ഈ ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ലോഞ്ചിനും മൊട്ടപ്പനും ഭയങ്കര സന്തോഷം. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും ആ 7 ഡ്രാഗൺ ബോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ആളാവാൻ ഡ്രാഗനോട് വരം ചോദിക്കും. അത് കേട്ട് ലോഞ്ച് ആണെങ്കിൽ അപ്പാപ്പന്റെ ആഗ്രഹത്തെക്കുറിച്ച് ചോദിക്കും. ആളാണെങ്കിൽ നൈസായിട്ട് ചിരിക്കും. ഉടനെ മൊട്ടപ്പനാളെ കളിയാക്കുകയാണ്. അപ്പാപ്പൻ മാസ്റ്ററിനാണെങ്കിൽ അത് കേട്ട് കലിയിളകും. നീ മര്യാദയ്ക്ക് പുറത്തു പോയി ട്രെയിനിങ് എടുക്ക്. വേറെ വഴിയില്ലാതെ അവനിപ്പോ വീണ്ടും ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങും. ലോഞ്ച് ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊരല്പം കുസൃതിയാണെന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ആ കുരങ്ങന്മാര് അവരാണെങ്കിൽ ആ ഡ്രാഗൺ ബോൾ ഇട്ട് തട്ടി കളിക്കുകയാണ്. അതേസമയം ആ സോൾജിയേഴ്സ് ആണെങ്കിൽ കാടിന്റെ ഓരോ ഭാഗമായിട്ട് വെട്ടിത്തളിച്ച് ആ ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് കടന്നു വരും. ഉടനെ ആ കുരങ്ങനാണെങ്കിൽ ഡ്രാഗൺ ബോൾ വലിച്ചെറിയും. ആ ഡ്രാഗൺ ബോൾ ഒരു സോൾജിയറിന്റെ തലയിൽ ആഞ്ഞടിച്ച് അത് തെറിച്ചു പോവാണ്. അവരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. നോ, അത് ഡ്രാഗൺ ബോൾ ആണ്, എത്രയും വേഗം അത് കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രമോഷൻ കിട്ടും, അത് ഉറപ്പാണെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് കുരങ്ങന്മാരുടെ പിന്നാലെ ഓടും. കുഞ്ഞിക്കുരങ്ങനാണെങ്കിൽ എന്റെ അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മയാണെങ്കിൽ ഇപ്പൊ ആ കുഞ്ഞിക്കുരങ്ങനെ കൊണ്ട് ഉഷാറായിട്ട് ഓടുകയാണ്. ആ സോൾജിയേഴ്സ് ആ ഡ്രാഗൺ ബോൾ കണ്ട കാര്യം ചോപ്പനെ അറിയിക്കും. അവൻ അവന്റെ മുഴുവൻ സോൾജിയേഴ്സും ആയിട്ട് അവിടേക്ക് വന്ന് ആ കുരങ്ങന്മാരെ എല്ലാവരെയും ചുട്ടു കൊല്ലുകയാണ്. അടുത്ത നിമിഷം ഗോക്കു അവൻ അവിടേക്ക് ചാടി വീണ് ലിപ്പിൽ ദേഷ്യപ്പെട്ടു പറയും നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ കാടിങ്ങനെ വെട്ടി നശിപ്പിക്കും, ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കില്ല. അത് കേട്ട് കലിയടങ്ങിയ ഒരു സോൾജിയർ ആണെങ്കിൽ ഗോക്കു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൻ ചാടി വന്ന് ആ ഗണ്ണ് ചവിട്ടി തെറിപ്പിക്കും. ഗോക്കു വലിയ വലിയ കല്ലുകളെടുത്ത് അവരുടെ വണ്ടിയിലേക്ക് വലിച്ചെറിയും. അത് കണ്ട ചോപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കും, നിന്നെ കൊല്ലാനായിട്ട് എന്റെ കൈ തരിക്കുകയാണ്. അവനത് പറയുന്ന അതേസമയം ആ അമ്മ കുരങ്ങും കുഞ്ഞിക്കുരങ്ങും അവറ്റകൾ രണ്ടും ആ ഡ്രാഗൺ ബോളുമായി അതുവഴി പാസ് ചെയ്തു പോകും. ഗോക്കു ആണെങ്കിൽ അവരുടെ പിന്നാലെ പോകും. ആ ചോപ്പൻ ഒരു ഗണ്ണെടുത്ത് അവറ്റകളെ ഷൂട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം ആ ബ്രാഞ്ച് ഒടിഞ്ഞ് കുരങ്ങന്മാരാണെങ്കിൽ വലിയ ആ നദിയിലേക്ക് വീഴാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഗോക്കു ആണെങ്കിൽ അവരെ ക്യാച്ച് ചെയ്യും. പക്ഷെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അത് ആ നദിയിലേക്ക് വീണ് അത് നദിയിലൂടെ ഒഴുകി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.